الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബാസൂത്രണം എന്ന ഒരു പദം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇടയിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദമാണ്. ആ പദം കൊണ്ട് അന്ന് ഉദ്ദേശിച്ചത് ഭരണകൂടങ്ങളുടെ നിർദ്ദേശപ്രകാരം കുടുംബത്തിൽ പിറക്കുന്ന കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നതായിരുന്നു. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ കുടുംബാസൂത്രണത്തെക്കുറിച്ചല്ല, കുടുംബത്തെക്കുറിച്ചുള്ള ചില ആസൂത്രണങ്ങളെ പറ്റിയാണ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും വളരെ കൃത്യമായ ഒരാസൂത്രണത്തോടു കൂടിയാണ് നമ്മൾ ആ പദ്ധതികൾ ആരംഭിക്കുക. അത് ചെറുതാവട്ടെ, അത് കോടികൾ മുടക്കുന്ന വലിയ പദ്ധതികളാവട്ടെ. ആ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പേ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ എളുപ്പങ്ങളും പ്രയാസങ്ങളും, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും വഴികൾ, അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഗതി, ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ് ഒരു റോഡിൻ്റെ വശത്ത് കെട്ടിയുണ്ടാക്കുന്ന തട്ടുകടയാണെങ്കിൽ പോലും അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ നന്നായി പഠനം നടത്തിയിട്ടാണ് നമ്മളൊക്കെ അത് നിർവഹിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടു കൂടിയും ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയും നമ്മൾ ചേർത്തു പിടിക്കുന്ന ഒന്നാണ് നമ്മളുടെ കുടുംബം. മറ്റൊന്നിനു വേണ്ടിയും നമ്മൾ അത്ര അധ്വാനിക്കുന്നില്ല, മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല, മറ്റൊന്നും നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും ഇത്രമേൽ ബാധിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല. അത്രയും കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ.
ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നിടത്ത്, ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് വേണ്ടത്ര ശ്രദ്ധയും വേണ്ടത്ര മുന്നൊരുക്കങ്ങളും മുന്നാലോചനകളും ഇല്ലാത്തതിൻ്റെ അപകടങ്ങൾ ഇന്ന് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലം ഇതുവരെ മനുഷ്യൻ ഇന്നോളം നേടിയെടുത്ത സകലമാന പുരോഗതികൾക്കും നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും കാരണമായത് മനുഷ്യന്റെ കുടുംബ വ്യവസ്ഥിതിയാണ്. ഒരാൾ തളരുമ്പോഴും മറ്റുള്ളവർ താങ്ങിയും സഹായിച്ചും തോറ്റുപോകാതെ തകർന്നു പോകാതെ ആ കുടുംബത്തിന്റെ സംവിധാനത്തിലാണ് നമ്മളൊക്കെ ഇതുവരെ ഈ നേട്ടങ്ങളൊക്കെ നേടിയത്. എന്നാൽ അടുത്ത ഒരു തലമുറയിൽ കുടുംബം ഉണ്ടാകുമോ എന്ന ചോദ്യം, ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ആ കുടുംബത്തിൽ സമാധാനം എന്നത് ഉണ്ടാകുമോ? അത് കിട്ടണമെങ്കിൽ ലഹരിയുടെയും മറ്റു മാർഗങ്ങളുടെയും പിന്നാലെ നിർബന്ധമായിട്ടും മനുഷ്യൻ പോകേണ്ടി വരുമോ? ഇതൊക്കെ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തെ ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തക്കവണ്ണം കുടുംബ സംവിധാനം വലിയ തകർച്ചയുടെ മുനയിലാണ് നിൽക്കുന്നത്. കുടുംബത്തിലെ മുതിർന്നവർക്ക് ഒരു സ്വാധീനമുണ്ടായിരുന്നു. അവർ ജീവിതത്തിന്റെ അനുഭവമുള്ളവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാഠം ജീവിതാനുഭവങ്ങളാണ്. പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങളെക്കാൾ കരുത്തുള്ളതാണ് ജീവിതാനുഭവങ്ങൾ. ആ ജീവിതാനുഭവങ്ങളാണ് മുതിർന്നവരെ മുതിർന്നവരാക്കിയത്. ആ അനുഭവങ്ങൾ പകർന്നു കിട്ടിയാണ് പുതിയ തലമുറകൾ അവരുടെ വഴിയെ ജീവിച്ചത്. ഇന്ന് കാലഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടായി. മുതിർന്നവരുടെ ജീവിതാനുഭവങ്ങൾ പുതിയ തലമുറക്ക് ആവശ്യമില്ലാതായി. മുതിർന്നവരുടെ വാക്കുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങൾക്കും പുതിയ തലമുറക്ക് പാഴ്വേലകളും പാഴ്വാക്കുകളുമായി. അവർക്കാവശ്യമായ വിവരങ്ങളും അവർക്കാവശ്യമായ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ ആ തലമുറ ജീവിക്കുമ്പോൾ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകളിലൊന്ന് മുതിർന്നവരെ ബഹുമാനിച്ചും ആദരിച്ചും അവരെ അനുസരിച്ചും അവർക്ക് കീഴിൽ ജീവിച്ചിരുന്ന കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയും പരാജയവുമാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന്റെ ആസൂത്രണത്തെക്കുറിച്ച്, ഒരു കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ആ കുടുംബത്തിനെ കൊണ്ടുപോകുന്നവർ നടത്തിയിരിക്കേണ്ട കൃത്യമായ ചില ആസൂത്രണങ്ങളെ കുറിച്ച് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ കൈയൊഴിച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന പ്രതിസന്ധിയിൽ നമ്മളൊക്കെ എത്തിയത്. മക്കള് കുടുംബങ്ങളെ അനുസരിക്കുന്നില്ല, മക്കള് വേണ്ടപ്പെട്ടവരെ നോക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല, സംരക്ഷകരില്ലാതെ വീടുകളിൽ വൃദ്ധന്മാരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു. അല്ലേ? 90 വയസ്സ് കഴിഞ്ഞ 2 ആളുകൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇന്നലെ പത്രത്തിൽ വായിച്ചു. ഇത്തരം അവസ്ഥകൾ ജീവിതത്തിൽ സംജാതമാകുന്നത് ഒറ്റപ്പെടലിന്റെ ചില ഭീകരതകളിലാണ്. നമ്മളൊക്കെ ജീവിച്ചത് കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടാണ്. എന്നാൽ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം അവനവന്റെ ശരീരം അവനവന്റെ സുഖത്തിനും അവനവന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് അടിപ്പെടുത്തി കടമകളുടെയും കടപ്പാടുകളുടെയും പേരിൽ സ്വന്തം ജീവിതത്തെ വഴിയാധാരമാക്കണ്ട. അവരെങ്ങനെയും ജീവിച്ചോളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിയെ ജീവിച്ചു കൊള്ളുക എന്ന ഒരു ഉപദേശം നമ്മുടെ തലമുറക്ക് എമ്പാടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സുരക്ഷിതത്വത്തിനും മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ ധാർമ്മികതക്കും നിശ്ചയിച്ചു തന്ന കുടുംബ സംവിധാനം, ആ സംവിധാനത്തിന്റെ അള്ളാഹു നിശ്ചയിച്ച ചില നിയമ നിലപാടുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയസ്തംഭനം വന്ന് മരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രോഗിയോട് ഡോക്ടർ സംസാരിച്ചപ്പോൾ ആ രോഗിയുടെ ഒരു സംസാരം ആ ഡോക്ടർ തന്റെ സംസാരത്തിൽ ഈ അടുത്ത് പങ്കുവെച്ച് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മരിക്കാനൊരു പേടിയില്ല. കാരണം ഞാൻ എൻ്റെ ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്, മക്കളെ കെട്ടിച്ചിട്ടുണ്ട്,
അവർക്ക് ജീവിതമായിട്ടുണ്ട്, ആൺമക്കൾക്ക് ജോലിയായിട്ടുണ്ട്, വീടായിട്ടുണ്ട്, ഭാര്യയ്ക്ക് ജീവിക്കാൻ വീടും സ്വത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് മരിക്കുക എന്നത് എനിക്ക് പേടിയുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമല്ല, പലരും ഇതുപോലെ സംസാരിക്കുന്നു എന്നാണ് ആ ഡോക്ടർ സംസാരിച്ചത്. സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഒരു ഫാമിലി പ്ലാൻ, ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്ന ഒരു പ്ലാൻ. സത്യത്തിൽ എന്താണ് നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആ കഠിനാധ്വാനത്തിൻ്റെ ലക്ഷ്യമായി ഞാൻ കാണുന്ന ആ പ്ലാൻ എന്താണ്? എവിടെയാണ് എൻ്റെ കഠിനാധ്വാനം അവസാനിക്കേണ്ടത്? എൻ്റെ അധ്വാനം പൂർത്തിയായി, ഞാൻ എൻ്റെ ശ്രമം വിജയിച്ചു എന്ന് ഒരു മനുഷ്യന് എവിടെയാണ് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുക? ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഏറെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നവരൊക്കെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സുഖത്തിൻ്റെയും ഒരു ജീവിത തലത്തിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ യഥാർത്ഥമായ ജീവിതം എന്നത് ഭൂമിയിൽ നമ്മൾ കാണുന്ന ഈ ജീവിതമല്ല. ഇത് ആ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. യഥാർത്ഥമായ ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്ലാൻ നമ്മൾ രൂപീകരിക്കുമ്പോൾ ആ പ്ലാനിൽ ഒന്നാമത്തെ നമ്മുടെ പദ്ധതിയായി നമ്മൾ ആവിഷ്കരിക്കേണ്ടത് ആ യഥാർത്ഥമായ ജീവിതത്തിൽ എൻ്റെ കുടുംബം സുഖമായി ജീവിക്കുന്നവരാവണം എന്നതാവണ്ടേ. പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന പ്ലാനുകളല്ലല്ലോ പ്രധാനമുള്ള പ്ലാനുകൾ. അത്യന്തം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന പ്ലാനുകളല്ലേ ഏറ്റവും നല്ല പ്ലാനുകൾ. നാളെ അള്ളാഹുവിന്റെ മുമ്പിലെ വിചാരണ കഴിഞ്ഞ് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയാൽ ആരൊക്കെ ഉണ്ടാകും എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു മഹ്ശറയിൽ. കുറെ ആളുകളെ വിചാരണ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, മക്കള് പേരമക്കളൊക്കെ. സിറാത്ത് പാലം വരെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പാലം കടന്ന് സ്വർഗത്തിലേക്ക് എത്തിയപ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് ആളുകളെ കാണുന്നില്ല. അവർ നഷ്ടമായിരിക്കുന്നു എവിടെയോ, അല്ലേ? ആ ചിന്തയൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? നേരെ മറിച്ച് ആ അനശ്വരമായ സ്വർഗത്തിൽ താൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ, തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ചു ജീവിക്കാൻ, മരണമില്ലാത്ത ജീവിക്കാൻ, പ്രതിസന്ധികളും പ്രയാസങ്ങളുമില്ലാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ, രോഗങ്ങളില്ലാതെ, വാർദ്ധക്യമില്ലാതെ, ക്ഷീണമില്ലാതെ, മടുപ്പില്ലാതെ, ശത്രുക്കളില്ലാതെ അനന്തമായി ജീവിക്കാൻ അവസരം കിട്ടിയാൽ അതിൻ്റെ ഒരു സൗഭാഗ്യം എത്രയായിരിക്കും? നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വളർച്ച കാണാത്തവർ, നമ്മുടെ മക്കളെ കാണാത്തവർ, നമ്മുടെ പേരമക്കളെ കാണാത്തവർ, അത് കാണാൻ വേണ്ടി ഒരുപാട് കൊതിച്ചവർ. ഉപ്പക്ക് വലിയ ആഗ്രഹമായിരുന്നു മോന് ഒരു കുട്ടി ഉണ്ടായിട്ട് കാണണം. പക്ഷേ ഉപ്പാന്റെ ആഗ്രഹം നടന്നില്ല. രോഗക്കിടക്കയിൽ ആ ഉപ്പയെ കണ്ടവരോടൊക്കെ ഉപ്പ പറഞ്ഞത്, എൻ്റെ മോന് ഒരു കുട്ടി ഉണ്ടായി കാണണം, അതാണ് കണ്ണടക്ക് മുമ്പേ എൻ്റെ ആഗ്രഹം. നടന്നില്ല, ഉപ്പ മരിച്ചു. നാളെ ആ ഉപ്പയുടെ മുമ്പിലേക്ക് തൻ്റെ മകനുമായി കടന്നു ചെല്ലാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ ആ സന്തോഷത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? നമ്മളെ കാണാതെ നമ്മുടെ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞുപോയ ആ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കാണുമ്പോഴുള്ള അതിൻ്റെ സന്തോഷം എത്രയായിരിക്കും? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ജന്നാത്തു അദ്നി, ജന്നാത്തു അദ്നി, സർവ്വ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, അവരുടെ പിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ ഇണകൾ, അവരൊക്കെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും
അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. എന്താണ് മലക്കുകളുടെ സ്വാഗതം? അവർ സ്വാഗതം ചെയ്യുന്നത് സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. ഭൂമിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ പ്രയാസങ്ങളുടെ കടമ്പകൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾ പൊരുതി ആർക്കും കീഴടങ്ങാതെ നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിൽ എത്തിക്കണമെന്ന വലിയ കൊതിയോടുകൂടി നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അതുകൊണ്ട് സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. നിങ്ങളുടെ ആ ക്ഷമയുണ്ടല്ലോ, എന്റെ കുടുംബത്തിനെ സ്വർഗത്തിലേക്ക് കൂട്ടാനുള്ള എന്റെ യാത്രയിൽ പ്രതിസന്ധികളായി വന്ന സകലതിനെയും ക്ഷമയോടുകൂടി നേരിട്ട ആ ക്ഷമയുണ്ടല്ലോ, ആ ക്ഷമക്കു പകരമായി നിങ്ങൾക്ക് ഇന്ന് സമാധാനം. എല്ലാവരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, കണ്ട് കൊതി തീരാത്ത നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ട്, എല്ലാവരും ഉണ്ട് സ്വർഗത്തിന്റെ മനോഹര ലോകത്ത്. ഒരു മനുഷ്യന് ചെന്നു ചേരാനുള്ള വീടുകളുടെ കൂട്ടത്തിൽ, അവസാന വീടുകളുടെ കൂട്ടത്തിൽ ഈ വീടിനോളം മനോഹരമായ വേറെ ഏത് വീടാണുള്ളത്? എൻ്റെ വല്യപ്പാക്ക് വലിയ ആഗ്രഹമായിരുന്നു അത്രേ എൻ്റെ വാപ്പാക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി കാണാൻ. കാരണം ഒക്കെ പെങ്ങന്മാരായിരുന്നു വാപ്പാക്ക്. ആ പെങ്ങന്മാർക്ക് വേണ്ടിയുള്ള ബാപ്പാന്റെ കഠിനാധ്വാനം കാണുമ്പോൾ വല്യപ്പ പറഞ്ഞിരുന്നത്രേ, നിനക്കൊരു ആൺകുട്ടി ഉണ്ടായെങ്കിൽ. പക്ഷേ ആ ആൺകുട്ടിയെ കാണാൻ വല്യപ്പാക്ക് ഭാഗ്യം കിട്ടിയില്ല. അതിനു മുമ്പേ വല്യപ്പ പോയി. പിന്നെ വാപ്പാക്ക് ഉണ്ടായതൊക്കെ ആൺകുട്ടികളാ. പക്ഷെ അത് വല്യപ്പ അറിഞ്ഞിട്ടില്ല. സങ്കടത്തിന്റെ മനസ്സുമായിട്ടാ വല്യപ്പ പോയത്. ആ വല്യപ്പ സ്വർഗത്തിലാണെങ്കിൽ ആ വല്യപ്പയുടെ മുമ്പിലേക്ക് ഈ ബാപ്പയും മക്കളും കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം നോക്കാൻ നിങ്ങൾ. അള്ളാഹു തആല ഖുർആനിൽ പറയണേ, വല്ലദീന ആമനു. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാർ, വത്തബഅതുഹും ദുർരിയതഹും ബിഈമാനി, അവർ വളർത്തി വലുതാക്കിയ അവരുടെ സന്തതികൾ ഉണ്ടല്ലോ, അവരുടെ കുടുംബങ്ങൾ, ആ സന്തതികളും അവരുടെ ഈമാനിനെ പിൻപറ്റിക്കൊണ്ടാണ് ജീവിച്ചത്. തെറ്റാതെ, വഴിതെറ്റാതെ ആ കുടുംബത്തിന്റെ പിതാവിന്റെ ആദർശത്തിൽ, ആ വിശ്വാസത്തിൽ, ആ തൗഹീദിൽ അവർ ജീവിച്ചു. അങ്ങനെയായാൽ അൽഹഖ്നാ ബിഹിം ദുർരിയതുഹും, അവരുടെ മക്കളെ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് തിരിച്ചു നൽകും. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ചില ബാപ്പമാര് ഭയങ്കരമായി പുണ്യം ചെയ്തവരായിരിക്കും, അവർ സ്വർഗത്തിന്റെ ഉന്നതിയിലായിരിക്കും. പക്ഷെ മക്കളാവട്ടെ അത്രയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർ സ്വർഗത്തിൽ അമലുകൾക്കനുസരിച്ചാണ് ഗ്രേഡ് തിരിക്കുക. അപ്പൊ എമ്പാടും സൽക്കർമ്മങ്ങൾ ചെയ്ത ആ പിതാക്കൾ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരുടെ മക്കൾ പുണ്യങ്ങൾ കുറഞ്ഞവരായി ആ സ്വർഗത്തിന്റെ താഴെയുള്ള പദവിയിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ മക്കളെ ഈ മാതാപിതാക്കളുടെ കൺകുളിർമയ്ക്ക് വേണ്ടി അവരുടെ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകുന്ന, ആ പദവിയിലെത്താനുള്ള യോഗ്യത ഈ മക്കൾക്കില്ലെങ്കിലും ആ മക്കളെ ആ മാതാപിതാക്കളുടെ കൺകുളിർമയ്ക്ക് വേണ്ടി അള്ളാഹു അവരുടെ പദവിയിലേക്ക് എത്തിക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ. അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ പദവികൾക്ക് ഒരു കുറവും സംഭവിക്കൂല, അവരുടെ അമലുകൾക്ക് ഒരു കുറവുണ്ടാവില്ല. ആ പദവിയിലേക്ക് ഈ ബാക്കിയുള്ളവരെ കൂടി അള്ളാഹു എത്തിക്കും. എന്തിനറിയോ? അവർ സന്തോഷത്തോടെ ഒന്നായി ഒരുമിച്ച് ആ സ്വർഗത്തിന്റെ അനശ്വരതയിൽ ജീവിക്കാൻ. അല്ലേ? ഒന്നായി സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴേ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, എന്തപ്പം നിങ്ങളെല്ലാവരും എങ്ങനെ ഇവിടെ എത്തിയത്? അവർ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും. അപ്പൊ അവര് പറയുന്ന മറുപടി എന്താ? നിങ്ങൾ കേൾക്കണം കേട്ടോ, കേൾക്കണ മറുപടി. ഖാലു, അവർ പറയണേ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഇവിടുന്നല്ല, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തെ, ഞങ്ങളെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന കാലത്തെ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്നവരായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് തന്നെ ആ പടച്ചോന്റെ കൽപ്പനകൾക്കെതിരായി, അവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒന്നും നടന്നില്ല. ഞങ്ങൾ അന്ന് പടച്ചോനെ പേടിച്ച് ആ പടച്ചവന്റെ പേടിയിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആസൂത്രണങ്ങൾ ചെയ്തവരായിരുന്നു. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ,
അള്ളാഹു ഞങ്ങളോട് വല്ലാത്ത ഔദാര്യം കാണിച്ചിരിക്കുന്നു. രോമകൂപങ്ങളിൽ കൂടി ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന മാരകമായ നരകത്തിന്റെ തീയിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിച്ചിരിക്കുന്നു. എന്റെ കാര വാക്കിന്റെ സന്തോഷല്ലേ? നിങ്ങളെല്ലാവരും, ഒരു കുടുംബത്തിലെ എല്ലാവരും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. ആ ജീവിതത്തിന്റെ പര്യവസാനം എന്നോണം ഭീകരമായ നരകത്തിൽ നിന്നും കാത്ത് സ്വർഗത്തിന്റെ മനോഹാരിതയിൽ അവരെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുക. വീണുപോയിട്ടില്ല ആരും, നഷ്ടമായിട്ടില്ല ആരെയും. അവർ എല്ലാവരും ഉണ്ട്. കാരണം അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായിരുന്നു. ആ അള്ളാഹുവിനെ പേടിയോടുകൂടി തങ്ങളുടെ കുടുംബത്തിന്റെ പദ്ധതികളും പ്ലാനുകളും ആവിഷ്കരിച്ചവരായിരുന്നു. അതനുസരിച്ച് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരായിരുന്നു. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ. അന്ന് ആ ഭൂമിയിൽ വെച്ച്, ആ വീട്ടിൽ വെച്ച്, ആ കുടുംബത്തിൽ വെച്ച് പടച്ച റബ്ബിനോട് ഞങ്ങൾ മനസ്സറിഞ്ഞ് ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. തീർച്ചയായും ഏറ്റവും നന്മയുള്ളവനും ഏറ്റവും കരുണാനിധിയും പടച്ച തമ്പുരാനാണ്. ആ പടച്ച റബ്ബിനെ വിളിച്ച് ഞങ്ങൾ ആ വീടുകളിൽ, കുടുംബങ്ങളിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കാറുണ്ട്. ആ പടച്ചോനെ പേടിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പദ്ധതികളും പ്ലാനുകളും അന്നേ ഞങ്ങൾ ഈ സ്വർഗത്തിനു വേണ്ടി ഞങ്ങൾ ആവിഷ്കരിച്ച്. അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് ഔദാര്യം കാണിച്ചു, കരുണ കാണിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ, നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് സ്നേഹത്തോടു കൂടി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന നരകത്തിന്റെ വന്യമായ തീയിലേക്ക് എന്റെ കുടുംബത്തിലെ ഒരാളെയും ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കില്ല. അതിനുവേണ്ടി എത്ര താഴാനും എത്ര ഉയരാനും എന്ത് സഹിക്കാനും എത്ര ക്ഷമിക്കാനും ഞാൻ ഒരുക്കമാണ്. അല്ലേ? അതല്ല മലക്കുകൾ പറഞ്ഞ് സ്വർഗത്തിലെത്തിയവരോട് ആശംസ അർപ്പിച്ചു പറഞ്ഞത്, സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. നിങ്ങളുടെ ക്ഷമക്ക് അള്ളാഹു നിങ്ങൾക്ക് സമാധാനത്തിന്റെ പ്രതിഫലം തന്നു. ക്ഷമ വേണം. നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവർ ഊർന്നു വീഴുന്നത് നരകത്തിന്റെ തീജ്വാലയിലേക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുക. ഞാൻ കുറെ പറഞ്ഞു, മടുത്തു. ഇപ്പൊ ഞാൻ പറയലില്ല. ഓല പാടായി, എന്തെങ്കിലും ആയിക്കോട്ടെ. വിട്ടുകളയാനല്ല, ആ വിട്ടുകളയുന്നത് നരകാഗ്നിയിലേക്കാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് എവിടെയാണോ സാധിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഒരു കുടുംബത്തിന്റെ രക്ഷാധികാരികളാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ ആസൂത്രണത്തിൽ ഒന്നാമത്തെ അജണ്ട നമുക്ക് സ്വർഗത്തിലെത്തണം. അതാവണം. ഡോക്ടറാവണമെന്നോ, പണക്കാരനാവണമെന്നോ, വലിയ വീട് വെക്കണമെന്നോ, കോടീശ്വരനാവണമെന്നോ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് സ്വർഗത്തിലെത്തണം. അവിടെ ബാപ്പാക്കും ഉമ്മാക്കും കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കണം കേട്ടോ. സന്തോഷത്തിന്റെ ജീവിതം. ഇവിടുത്തെമാർക്കല്ല. പ്രാരാബ്ധങ്ങളില്ല, പേടിയില്ല, അടുത്ത നേരത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, നാളെയെക്കുറിച്ച് ചിന്തിക്കണ്ട, രോഗത്തെക്കുറിച്ച് പേടിക്കണ്ട, മരണത്തെക്കുറിച്ച് പേടിക്കണ്ട, വാർദ്ധക്യത്തെക്കുറിച്ച് പേടിക്കണ്ട, അവസാനിക്കുമെന്ന് പേടിക്കണ്ട. അനശ്വരമായത്, അവസാനിക്കാത്തത്. അല്ലേ? അവിടെ വിലക്കുകളില്ല. അത് പാടില്ല, ഇത് പാടില്ല, അത് വേണ്ട, ഇത് വേണ്ട. ആ ശബ്ദങ്ങൾ അവിടെ ഇല്ല. അവിടെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളില്ല, നിരാശരാക്കുന്ന വർത്തമാനങ്ങളില്ല, സങ്കടപ്പെടുത്തുന്ന വർത്തമാനങ്ങളില്ല. അവിടെ മുഴുവനും സമാധാനം മാത്രമേ ഉള്ളൂ, സുഖം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ. അവസാനിക്കാത്ത ആനന്ദം. ആ അവസാനിക്കാത്ത ആനന്ദത്തിലേക്ക്, അവസാനിക്കാത്ത സുഖത്തിലേക്ക് നമ്മൾ ജീവനോളം സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള പദ്ധതികൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ആവിഷ്കരിക്കണം. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ആദർശങ്ങളിൽ, നമ്മുടെ വീടകത്ത്, ആ വീട്ടിലുള്ളവർക്കിടയിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാവണം. അത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾ നോക്കണം. സ്നേഹമോ ബന്ധങ്ങളോ അത് ശ്രദ്ധിക്കാതിരിക്കാൻ തടസ്സമാകരുത്. ഓരോ ഉറങ്ങിക്കോട്ടെ, കുട്ടികളല്ലേ. ഏതാ കുട്ടി?
15-20 വയസ്സാ, ഉറങ്ങുക, സുബൈ നിസ്കരിച്ചിട്ടില്ല, ഓനെ വിളിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. രാവിലെ 5:30 ട്രെയിനിന് പോകേണ്ടവനാണെങ്കിൽ 4:30 വിളിക്കും, കുളിപ്പിക്കും, വസ്ത്രം കൊടുക്കും. ഓനിന്ന് പരീക്ഷയുണ്ട് അല്ലേ? ഏറ്റവും വലിയ പരീക്ഷ ജീവിതമാകുന്ന പരീക്ഷ. ആ പരീക്ഷയിൽ തോറ്റാണ്ടല്ലോ, ബാക്കിയുള്ള പരീക്ഷക്കൊക്കെ മാർച്ചിൽ തോറ്റാലേ പിന്നെ സെപ്റ്റംബറിൽ ഒരു അവസരമുണ്ട്, പരീക്ഷകളുണ്ട്, വീണ്ടും ആവർത്തിക്കാൻ സമയമുണ്ട്. പക്ഷേ ഇത് റീടേക്ക് ഇല്ലാത്ത പരീക്ഷ. ഒരൊറ്റ അവസരം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഒരു ചാൻസ് കൂടി തരുമോ, ഞാൻ പാസ്സായിക്കോളാം എന്നൊക്കെ പറഞ്ഞു നോക്കും. വലൻ യുഅഖിറല്ലാഹു അജലൻ, ഇല്ല, രണ്ടാമത്തെ ചാൻസ് ഇല്ല. അല്ല അപ്പൊ തന്നെ പറയാ, അപ്പ ചോദിക്കാൻ നിൽക്കണ്ട, അങ്ങനെ ഒരു ചാൻസ് ഇല്ല, ഒരൊറ്റ ചാൻസ്. ആ ഒരു ചാൻസിൽ നമ്മുടെ കുടുംബം വീണു പോകാതിരിക്കാൻ, നമ്മുടെ കൂടെ വന്ന് സിറാത്തിന്റെ മുകളിലെത്തുമ്പോൾ കാലുവഴുതി നരകത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് വീഴുന്നത് അത്ര നന്നായിരിക്കില്ല ആ കാഴ്ചകൾ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ, നടന്നോ നടക്കൂലേ അത് വേറെ, സാധിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. ഇബ്രാഹിം നബിക്ക് വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ വാപ്പാനെ സ്വർഗത്തിലെത്തിക്കാൻ. ലൂത്ത് നബിക്ക് വലിയ കൊതിയായിരുന്നു തൻ്റെ ഭാര്യയെ തൻ്റെ കൂടെ കിട്ടാൻ. നൂഹ് നബിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു തൻ്റെ മകനെ കൂട്ടിച്ചേർക്കാൻ. മുഹമ്മദ് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു അബൂ താലിബിനെ കൂടെ കിട്ടാൻ. കിട്ടിയിട്ടില്ല, അത് പടച്ചോനാ. പക്ഷേ നമുക്കൊരു ബാധ്യതയുണ്ട്, ആഗ്രഹിക്കാൻ, ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ട് കുടുംബം രക്ഷപ്പെടൂല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് കുല്ലും ബിമാ കസബത് റഹീൻ എന്ന, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തനങ്ങൾക്ക് പണയമാണെന്ന്. ഞാൻ എന്താ ചെയ്ത് അത് ഞാൻ അനുഭവിക്കും. എൻ്റെ ബാപ്പ കുറേ നല്ല കാര്യം ചെയ്തത് കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തൂല. എൻ്റെ ഉമ്മ സാത്വികയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തൂല. ഞാൻ സ്വർഗത്തിലെത്തണമെങ്കിൽ അതിൻ്റെ യോഗ്യത ഞാൻ നേടിയെടുക്കണം. ആ സ്വർഗത്തിലെത്തിയാൽ എൻ്റെ മാതാപിതാക്കളുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു എന്നെ കൊണ്ടുപോയേക്കാം, അത് അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ്. പക്ഷെ സ്വർഗത്തിലെത്തേണ്ടത്, അതിന് പണിയെടുക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാന യോഗ്യത നേടേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിൽ വേറൊരാൾക്ക് എന്നെ സഹായിക്കാനോ വേറൊരാളുടെ കൂലി എനിക്ക് വേണ്ടി വകവെച്ച് തരാനോ സാധ്യമല്ല. ഓരോരുത്തരും അവനവൻ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വിധി പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലെത്തണം, അതിന് നമ്മൾ പണിയെടുക്കണം. നമ്മൾ ജീവനോളം സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിനുള്ളിലെ ഒരാൾ പോലും നരകത്തിലേക്ക് അട്ടഹസിച്ച് വീഴുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ചെയ്യണം. സ്നേഹത്തിന്റെ പേരിൽ, കാരുണ്യത്തിന്റെ പേരിലൊന്നും അവിടെ ഒരു വിട്ടുവീഴ്ച പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ബിമാ സ്വബർത്തും. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മക്കൾ എതിർക്കും, മുഖം കോട്ടും, ചിലപ്പോൾ അവർ ചീത്ത വിളിക്കും, ഇറങ്ങിപ്പോകും. ആയിക്കോട്ടെ, ക്ഷമിച്ചോളൂ. ആ ക്ഷമക്കാണ് സ്വർഗം. ആ ക്ഷമയിലൂടെ ഇപ്പൊ രോഗിയായ ഒരു മകൻ ഭക്ഷണം കഴിക്കുന്നില്ല, അവൻ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ഓ ഭക്ഷണം കഴിക്കണ്ട നിങ്ങൾ പറയോ? പിടിച്ചു വെച്ച് കൊടുക്കൂലേ? അതിലേറെ കൊടുക്കണം സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ. മക്കളെ തിരുത്താൻ, തെറ്റുകൾ തിരുത്താൻ, പറഞ്ഞു കൊടുക്കാൻ. കുടുംബത്തിലെ മറ്റുള്ളവർ തിന്മയുടെ വഴിയെ പോകുമ്പോൾ അവരെ നന്മയിലേക്ക് കൈപിടിച്ചു വലിക്കാൻ നമ്മുടെ സ്നേഹം അത് പ്രേരകമാവണം. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ട ഒരു പ്ലാനും ഒരു പദ്ധതിയും നമ്മൾ ആവിഷ്കരിക്കണം. ഇബാദത്തുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. തൗഹീദിന് വിരുദ്ധമായ ഒരു വിശ്വാസങ്ങളും നമ്മുടെ കുടുംബത്തിന് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹുവിൻ്റെ ദീനിനെ പിൻപറ്റേണ്ട രൂപത്തിൽ എൻ്റെ കുടുംബം പിൻപറ്റുന്നുണ്ട് എന്ന് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. അവസാന നിമിഷം വരെ കൈവിട്ടു പോകാതെ ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ചേർത്തു പിടിച്ചുകൊണ്ട് അവസാന ശ്വാസത്തിലേക്ക് പോകുമ്പോഴും ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരായ പ്രവാചകന്മാർ മരണത്തിന്റെ സമയത്തും അവർ മക്കളെ വിളിച്ചുകൂട്ടി ചോദിച്ചതെന്താണെന്നറിയോ? മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മൾ കാണാറില്ലേ, പല വീട്ടിലും ബാപ്പമാരുള്ള കാലത്ത് കുടുംബം ഡീസൻ്റാ, പക്ഷേ ബാപ്പയുടെ ഉമ്മയുടെ മരണശേഷം വഴിയാധാരമായ, സാമ്പത്തികം മാത്രമല്ല ധാർമ്മികതയിലും വഴിയാധാരമായ എത്രയെത്ര കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അതുകൊണ്ടാണ് ബാപ്പ ചോദിച്ചത്, മക്കളെ ഞാൻ പോയാൽ പിന്നെ നിങ്ങളെ ജീവിതം എങ്ങനെയൊക്കെ? മക്കൾ പറഞ്ഞു, ബാപ്പ നിങ്ങൾ പഠിപ്പിച്ചു തന്നുണ്ടല്ലോ, ആ വഴിയിൽ നിന്ന് ഒരിഞ്ചു തെറ്റാതെ ആ വഴിയെ തന്നെ ഞങ്ങൾ ജീവിക്കും. എത്ര സമാധാനത്തോടെ ആവൂലേ ആ കണ്ണടഞ്ഞത്? എത്ര ശാന്തിയോടെ ആയിരിക്കൂലേ ആ കണ്ണടയുന്നത്? പലരും പറയാറുണ്ട്, സുഖാണ് മൗലവി, കുടുംബമൊക്കെ സുഖം, പക്ഷെ ഒരു മകന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇടങ്ങേറാ, ഓനൊന്നുമില്ല. അത് പരലോകം ചിന്തിക്കുന്നവന്റെ ഇടങ്ങേറാ. പരലോകബോധമില്ലാത്തവൻ എന്തായാലും ഒരു നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, നല്ല സമ്പത്തുണ്ട്, നിസ്കാര നോൽപ്പൊന്നും ഇല്ലെങ്കിലും വരുമാനത്തിന് കുറവൊന്നുമില്ല, ഒരു പൊങ്ങച്ചം പറയും, അഭിമാനം പറയും. ആരെന്നറിയോ? പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവൻ, പുനർജന്മത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവൻ, സ്വർഗ നരകങ്ങളിൽ വിശ്വാസമില്ലാത്തവൻ അല്ലേ? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാന് സ്വർഗത്തോളം എത്തുന്ന പ്ലാൻ ആവണം. ആ പ്ലാന് വീട്ടിൽ നടപ്പാക്കണം. അത് നടപ്പാക്കുന്നിടത്തുള്ള പ്രയാസങ്ങളെ ക്ഷമയോടുകൂടി നേരിടണം. അപ്പോഴാണ് നമ്മളൊരു കുടുംബത്തിൻ്റെ നാഥനാവുക, നായികയാവുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മകന് ഒരു വീടുണ്ടാക്കണം. വീടിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. ഏതാണ് വീടിന് പറ്റിയ സ്ഥലം? യാത്രാ സൗകര്യം ഉണ്ടാവണം, വെള്ളം യഥേഷ്ടം ഉണ്ടാവണം, മറ്റു ഭൗതികമായ കാര്യങ്ങൾ, സ്കൂളുകളും പഠനകാര്യങ്ങളുമൊക്കെ പരിസരത്തായിട്ടുണ്ടാവണം, പട്ടണത്തിൽ നിന്ന് ഏറെ ദൂരെയാവരുത്. ഇതൊക്കെയാണ് ഒരു വീടിന് സ്ഥാനം നിർണയിക്കുമ്പോൾ നമ്മുടെ മുമ്പിലെ മാനദണ്ഡങ്ങൾ. ഈ ലോകത്ത് ജീവിച്ച അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തെ പാർപ്പിക്കാൻ വേണ്ടി ഒരു വീട് നിർമ്മിക്കുകയാണ്. ആ വീടിന് അദ്ദേഹം ഒരു സ്ഥാനം കണ്ടെത്തുകയാണ്. അവിടെ തൻ്റെ കുടുംബത്തെ പാർപ്പിക്കുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിനോട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, റബ്ബന, എൻ്റെ രക്ഷിതാവേ. ശ്രദ്ധിക്കണം കേട്ടോ, റബ്ബന, എൻ്റെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എൻ്റെ കുടുംബത്തെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദീ സർഇൻ, കൃഷിയില്ല, ഭക്ഷണമൊന്നും കിട്ടാനില്ല, ആൾക്കാരില്ല, വിജനമായ ഒരു താഴ്വരയിൽ, ആൾ സാന്നിധ്യമില്ലാത്ത ആ പ്രദേശത്ത് ഒരു വീട് വെച്ച് ഞാൻ എൻ്റെ മക്കളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ അടുത്താണ്. ആളില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും കൃഷിയില്ലെങ്കിലും ഞാൻ അവരെ പാർപ്പിച്ചത് നിന്റെ വീടിന്റെ അടുത്ത റബ്ബേ. എന്തിനറിയോ? ലിയുഖീമുസ് സ്വലാത്ത്, ഒരു നിസ്കരിക്കാൻ വേണ്ടി. വേറെ ഒന്നും നോക്കിയിട്ടില്ല. അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള വഴി എന്താ? അവർക്ക് എവിടുന്നാ ഭക്ഷണം കിട്ടുക? ഒരു കാറ്റടിച്ചാൽ, ഒരു മഴ പെയ്താൽ, ഒറ്റപ്പെട്ടാൽ അവരെന്താവുക? അതല്ല നോക്കിയത്. ലിയുഖീമുസ് സ്വലാത്ത്, ഒരു നിസ്കരിക്കാൻ വേണ്ടി റബ്ബേ. എൻ്റെ കുടുംബത്തിന് നിസ്കാരത്തിന്റെ സമയത്ത് തെറ്റാതെ നിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം. ആ നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരിടത്ത് റബ്ബേ ഞാൻ എൻ്റെ കുടുംബത്തെ പാർപ്പിച്ച് പോവട്ടോ. പടച്ചോനെ, നിന്റെ കാവലുണ്ടാവണേ. ആളുകളെ എൻ്റെ കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരാക്കണേ. അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുക. തൻ്റെ കുടുംബത്തെ പാർപ്പിക്കുമ്പോൾ ആ പാർപ്പിക്കുവാൻ വേണ്ടി ആ മഹാനായ പ്രവാചകൻ ആ ഇടത്തിന് കണ്ടെത്തിയ ഏറ്റവും വലിയ യോഗ്യത എന്താ അറിയോ? ചില ആൾക്കാർ പറയുന്നുണ്ട്, പള്ളിയിലത്തൊന്നും വീട് വെച്ചാലേ അത് പിന്നെ വിൽക്കാൻ പറ്റൂല അല്ലേ? എന്താ നമ്മുടെ അജണ്ട? എന്താ നമ്മുടെ ലക്ഷ്യം അല്ലേ? അദ്ദേഹം പ്രാർത്ഥിക്കാണ്, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്ത്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണേ, റബ്ബി ജഅൽനി
മുഖീമസ്വലാത്ത്, അല്ലാഹുവേ എന്നെ നീ കൃത്യമായി നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. ഒരു നിസ്കാരവും നഷ്ടപ്പെടാതെ അതിൻ്റെ ഭക്തിയോടെ നിബന്ധനകളോടെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാക്കണേ റബ്ബേ എന്നെ. പ്രാർത്ഥന നിർത്തിയില്ല, ബാക്കിയൊരു ഭാഗം കൂടി ഉണ്ട്. വമിൻ ദുർരിയത്തി, എൻ്റെ മക്കള്, അവർക്ക് പിറക്കുന്ന മക്കള്, അവരുടെ മക്കള്, ആ മക്കളെയും റബ്ബേ നീ നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. നിസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. നിസ്കരിക്കാത്തവൻ തോറ്റോനാണ്. നിസ്കരിക്കാത്തവന് ചർച്ചല്ല, അവനെപ്പറ്റി സംസാരമില്ല, ഓൻ നരകത്തില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ പ്രാർത്ഥനയായിട്ട് വരികയാണ്, റബ്ബേ എന്നെ നീ കൃത്യമായി നിസ്കരിക്കുന്നവരാക്കണേ. ഞാൻ മാത്രം പോരട്ടോ, എൻ്റെ കുടുംബത്തെ. എന്തിനാ? ഞങ്ങൾക്ക് ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ. അവരെ നീ നിസ്കരിക്കുന്നവരാവണേ. വൈദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി വീണ്ടും പ്രാർത്ഥിക്കുക, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചോനെ ഈ എൻ്റെ കുടുംബത്തെ പാർപ്പിച്ചിരിക്കുന്ന ഈ പ്രദേശത്തെ പേടിയില്ലാത്ത, ഭയപ്പാടില്ലാത്ത, നിർഭയത്വത്തിന്റെ ഒരു സ്ഥലമാക്കണേ റബ്ബേ. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, നാട് മുഴുവനും ചുറ്റുപാടുകൾ മുഴുവനും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സംസ്കാരം നിലനിൽക്കുന്ന കാല. പടച്ചോനെ നിന്റെ മക്കളെ ആ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതിൽ നിന്ന് പടച്ചോനെ ഈ കാക്കണം കേട്ടോ. ചാറങ്ങളും മക്കുപറകളും ഏലസുകളും മന്ത്രങ്ങളും നൂലുകളും വെള്ളവും പൊടിയുമൊക്കെ അരങ്ങു വാഴുന്ന കാലത്തെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചോളി. പടച്ചോനെ ഞാനുണ്ട മക്കളും ഏതെങ്കിലും ദുരന്തകാലത്ത് ഈ തൗഹീദിന്റെ പാത വിട്ട് ശിർക്കിൽ അഭയം തേടുന്ന ഒരു ദുരവസ്ഥയുണ്ടാകരുതേ റബ്ബേ എന്ന് നെഞ്ചുരുകി തേടേണ്ട കാലത്താണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അജണ്ട ശരിക്കും മനസ്സിലാക്കണം, ലക്ഷ്യം ശരിക്കും മനസ്സിലാക്കണം, അതിൻ്റെ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം, ഒരാസൂത്രണം ഉണ്ടാവണം. എങ്ങനെ ഒരാൾ പോലും വീണു പോകാതെ എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് എങ്ങനെ പോകാൻ പറ്റും എനിക്ക് സ്വർഗത്തിലേക്ക്, അല്ലേ? ആരെയാണ് നമ്മൾ നരകത്തിന് വിട്ടുകൊടുക്കാനുള്ളത്? നമ്മുടെ വീട്ടിൽ വലിയോനല്ലേ, ഓ നരകത്ത് പോയിക്കോട്ടെ, ഓൻ്റെ പെണ്ണുങ്ങളല്ലേ, ഓള് നരകത്ത് പോയിക്കോട്ടെ, ചെറിയ പെണ്ണല്ലേ, ഓള് നരകത്ത് പോയിക്കോട്ടെ. ആരെ നമുക്ക് നരകത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുക? ആരെയാണ് നമുക്ക് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഈ മനസ്സ് അനുവദിക്കുക? അതുകൊണ്ട് പ്ലാന്, ആസൂത്രണം, കുടുംബാസൂത്രണം അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള ആസൂത്രണം, അതിനുള്ള കഴിവും കരുത്തും കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ കുടുംബത്തിന് വേണ്ടി ഇത്രമേൽ പ്രാർത്ഥിച്ച ഒരു പ്രവാചകൻ തൻ്റെ സഞ്ചാരത്തിലൊക്കെ, ജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തൊപ്പം കൂട്ടി പ്രാർത്ഥനയിലുണ്ട് ആ കുടുംബം. എന്തിനറിയോ? നാളെ സ്വർഗത്തിലും ആ കുടുംബം കൂടെ ഉണ്ടാവാനുള്ള കൊതി. നമ്മുടെ വീടകങ്ങളിൽ ഈ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തത്തക്ക വിധം നമ്മുടെ കുടുംബാംഗങ്ങൾ ഭദ്രമാവട്ടെ. പള്ളിയിലേക്ക് വരുമ്പോൾ പർദ്ദി മഫ്തയൊക്കെ ഇട്ട് വരുന്നവർ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെയല്ല പോകുന്നത്. പള്ളിയിലേക്ക് വരുമ്പോൾ റബ്ബ് പറഞ്ഞ പോലെ വരുന്നവർ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ അങ്ങനെയല്ല പോകുന്നത്. ആരാണ് ആ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തത്? നമ്മളാണ്. ആരാണ് പണം കൊടുത്തത്? നമ്മളാണ്. തെറ്റാണെന്ന് അറിയാം. പക്ഷേ ചില സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങുക. പക്ഷേ ആ കീഴടങ്ങൽ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന മഹാക്രൂരതയാണ് എന്ന് നമ്മൾ അറിയണം. നമസ്കാരങ്ങൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ, ജുമുഅകൾ, ഇന്നൊക്കെ നമ്മുടെ എത്രയോ കുട്ടികൾ ഈ ചുങ്കത്രയിലൊക്കെ പഠിക്കുന്നുണ്ട്. അവരെവിടെയാണുള്ളത്? ജുമുഅക്ക്, വെള്ളിയാഴ്ചയിലെ ജുമുഅ അവർക്ക് നിർബന്ധമല്ലേ? അവർ പലരും പ്രായപൂർത്തിയായവരല്ലേ? എവിടെയാണ് അവർ നമസ്കരിക്കുന്നത്? അവർ ളുഹർ നിസ്കരിക്കാറുണ്ടോ? അവർ അസർ നിസ്കരിക്കാറുണ്ടോ? ചിന്തിക്കാറുണ്ടോ? ആലോചിക്കാറുണ്ടോ? ചർച്ച ചെയ്യാറുണ്ടോ? കൽപ്പിക്കാറുണ്ടോ? വഴി പറഞ്ഞു കൊടുക്കാറുണ്ടോ ആരെങ്കിലും? അല്ലേ? പള്ളികളുമായി നമ്മുടെ കുടുംബത്തിനൊരു ബന്ധം ഉണ്ടാക്കണം. പറ്റുമെങ്കിൽ സുബഹി നിസ്കരിക്കാൻ കുടുംബത്തോടൊപ്പം പള്ളിയിലെത്തുക. അതിൽ ആൺപെണ്ണില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തെ വെള്ളിയാഴ്ച പെണ്ണുങ്ങൾക്ക് വരാൻ വേണ്ടി മാത്രമായി ഒരൊറ്റ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ചില ആൾക്കങ്ങനെ സംശയമുണ്ട്. ജുമയ്ക്ക് മാത്രമല്ലേ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ? ജുമയ്ക്ക് മാത്രം പള്ളിയിൽ പോവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ആ പള്ളിയിൽ ജുമയ്ക്കും ജമാഅത്തിനും വരുമായിരുന്നു. പരിസരങ്ങളിലൊക്കെ ഉള്ള ആണുങ്ങൾ നിസ്കരിക്കാൻ വരാറില്ലേ?
ആ കൂട്ടത്തിൽ സാധിക്കുന്നവർക്ക് അവനവന്റെ വീട്ടുകാരെ കൂട്ടിക്കൂടെ, മക്കളെ കൂട്ടിക്കൂടെ, ജമാഅത്തുകൾ നടക്കട്ടെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ അല്ലേ? അപ്പോ എല്ലാ കാര്യത്തിലും നമ്മളൊന്നുകൂടി മുറുക്കി പിടിക്കണം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. നിരീശ്വരവാദവും നിർമ്മിതവാദവും അപകടകരമായ സ്വാതന്ത്ര്യവാദവും സ്വതന്ത്രമായ സെക്സും സ്വതന്ത്രമായ ലഹരിയുമൊക്കെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന കാലത്തെ ഒന്നുകൂടി മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ ഒരൊറ്റ കാറ്റടിച്ച് തീരുമ്പോഴേ തിരിഞ്ഞു നോക്കുമ്പോൾ 3 മക്കളിൽ ഒരാളെ കാണൂല. ഓൻ കറങ്ങിയിട്ട് ഏതെങ്കിലും വീടിൻ്റെ മൂലൊക്കെ കിടക്കുന്നുണ്ടാവും, ഏതെങ്കിലും പീഡിയൻ്റെ കൊലയുമുണ്ടാവും. ഓൻ പോയി. 2ാമത്തെ കാറ്റിന് അടുത്തോം പോയി, 3ാമത്തെ കാറ്റിന് അടുത്തോം പോയി. അവസാനം പോകാൻ ആളില്ലാതാവും. അങ്ങനെ ആവരുത്, വിട്ടുകൊടുക്കരുത്, ചേർത്ത് പിടിക്കണം. തിന്മയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന കാല, കിട്ടാവുന്നവരെയൊക്കെ കൊത്തിപ്പെറുക്കി പോകാൻ പല വഴിക്കും തിന്മയുടെ ആളുകൾ കിണഞ്ഞ് ശ്രമിക്കുന്ന കാല. വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവനോളം സ്നേഹിക്കുന്ന ഒരാളെയും വിട്ടുകൊടുക്കരുത്, ചേർത്തു പിടിക്കണം. ചിലപ്പോൾ നിർബന്ധിക്കേണ്ടി വരും, ചിലപ്പോൾ മുഖം കറുപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ ഒച്ചയിടേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ഉപദ്രവിക്കേണ്ടി വരും, വേദനിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് വിട്ടുപോകേണ്ടി വരും. ഏത് മാർഗം നോക്കിക്കോളി, വിട്ടുപോകരുത് ഒരാളും. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആവിഷ്കരിക്കുക, പ്ലാൻ ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ചേർത്തു പിടിച്ച് അത്ഭുതകരമായ സന്തോഷത്തോടെ ആ സ്വർഗത്തിൽ ഒത്തുകൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്ഷമയും കഴിവും ഈമാനും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അധാർമികതയിലേക്ക് പോകുന്ന ആളുകളെ ചേർത്തു പിടിക്കാനും അവരെ നന്മയിലേക്ക് ക്ഷണിക്കാനുമുള്ള കഴിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കണ്ണു നിറയെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഫലസ്തീനും ഗസയും ഒക്കെ. ലോകത്തിലെ വമ്പൻ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ആ നിസ്സഹായരായ ജനതക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന അതിക്രമങ്ങൾ, കണ്ണു നിറക്കുന്ന വർത്തമാനങ്ങളാണ് ഓരോ ദിവസവും. നിസ്സഹായരാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമുക്കൊന്നും, പ്രാർത്ഥനകളല്ലാതെ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അത് നമ്മുടെ ബാധ്യത കൂടിയാണ്. അള്ളാഹു ആ ജനതക്ക് ആശ്വാസം നൽകുമാറാവട്ടെ, കരുത്തും കഴിവും നൽകുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാവട്ടെ. അവരുടെ അനാഥരായ മക്കൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. വിധവകളായ സ്ത്രീകൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. മരണപ്പെട്ട മക്കളെയോർത്ത് കരയുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ആ ജനതക്ക് അള്ളാഹു പിടിച്ചു നിൽക്കാനുള്ള കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ സഹായിക്കാൻ സാധിക്കുന്നവരുടെ മനസ്സിനെ അള്ളാഹു അവരിലേക്ക് അടുപ്പിക്കുമാറാവട്ടെ. ആ സഹായങ്ങൾ അവർക്ക് കിട്ടത്തക്ക വിധം അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കുമാറാവട്ടെ. അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ, അവരെ പിന്തുണക്കുന്ന സകലർക്കും അള്ളാഹു അർഹമായത് നൽകുമാറാവട്ടെ. ക്രൂരതക്കും അതിക്രമത്തിനും അള്ളാഹു തക്കതായ ശിക്ഷ നൽകുമാറാവട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരെ ഷഹീദിന്റെ പദവിയിലേക്ക് എത്തിച്ച് സ്വർഗ്ഗലോകത്തിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة